ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ 4th യൂണിറ്റിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺജങ്ഷൻ കൺട്രോളാണ്. കൺജങ്ഷൻ കൺട്രോളിൽ ഇതിൽ എന്താണ് കൺജങ്ഷൻ, എപ്പോഴാണ് ഒരു കൺജങ്ഷൻ വരുന്നത്, എങ്ങനെയാണ് കൺജങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ ഒരു നെറ്റ്വർക്കിൽ പാക്കറ്റ് റിസീവ് ആയിക്കഴിഞ്ഞാൽ സെൻഡർ ടു റിസീവർ എങ്ങനെയാണ് പാക്കറ്റ് സോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, പിന്നെ കൺജങ്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ 2 ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വാട്ട് ഈസ് കൺജങ്ഷൻ, വെൻ വിൽ ഇറ്റ് ഒക്കർ എന്നതിനെക്കുറിച്ച് നോക്കാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിൽ വരുന്ന ഓവർഫ്ലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ലോസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൺജങ്ഷൻ വരുന്നത്. ഓക്കെ, ആക്ച്വലി കൺജങ്ഷൻ ഒക്കർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദ നെറ്റ്വർക്ക് ഈസ് ലോഡ് ഓഫ് ദ നെറ്റ്വർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റി ഓഫ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ ലോഡ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റിനേക്കാളും കൂടുമ്പോഴാണ് കൺജങ്ഷൻ മെയിനായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എങ്ങനെയാണ് കൺജങ്ഷൻ കൺട്രോൾ എങ്ങനെയാണ് നോക്കാം. അതൊരു കൺജങ്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. അതായത് കൺജങ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ വരാണ്ട് നോക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൺജങ്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അത് നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഇൻ്റർ നെറ്റ്വർക്കിനകത്തോ നമുക്ക് കൺജങ്ഷൻസ് വരാം. അപ്പോൾ അതൊരു ബഫറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്യൂ മോഡലിൽ ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതുകൊണ്ടെല്ലാം അങ്ങനത്തെ കൺജങ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്യൂ മോഡലിൽ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് 3 സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ടാണ് സെൻഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ വന്നിട്ട് ഇൻപുട്ട് ക്യൂവിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ സാധാരണ ക്യൂ പോലെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മോഡലിലുള്ള ക്യൂ ആയിരിക്കും. അപ്പോൾ ബാക്കിൽ വരുന്ന ആൾക്കാർ ആ ക്യൂവിൻ്റെ എൻഡിൽ കൂടെ കയറി വെയിറ്റ് ചെയ്യും. അതേപോലെ തന്നെ പാക്കറ്റുകളും അങ്ങനെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് മോഡ്യൂൾ എത്തുമ്പോൾ ഓരോ പ്രാവശ്യം പ്രോസസ്സ് ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ ഫ്രണ്ടിലെത്തുന്ന ഇൻപുട്ട് ക്യൂവിൻ്റെ എത്തുന്ന പാക്കറ്റായിരിക്കും ആദ്യം പ്രോസസ്സ് ചെയ്യുക. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ക്യൂവിലേക്ക് കയറും. ഔട്ട്പുട്ട് ക്യൂവിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ക്യൂവിൽ കയറുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്യൂവിൽ ഉള്ളത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റിസീവർ സൈഡിലേക്ക് സെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ക്യൂവിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഇൻപുട്ട് ക്യൂവിൽ കണ്ടോ ഫ്രെയിംസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നിന് ബാക്കിൽ ഒന്നായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഔട്ട്പുട്ട് ക്യൂവിലും അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. സെൻഡ് ചെയ്യാനുള്ളതും റിസീവ് ചെയ്യാനുള്ളതായിട്ടുള്ള കാണിച്ചിട്ടുണ്ട്. ഇൻ്റർഫേസസ് ആണ്, ഇൻ ബിറ്റ്വീനിൽ ഇൻ്റർഫേസ് വഴിയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡാറ്റ സെൻഡിങ് റിസീവിങ് നടക്കാം. ഓക്കെ, ഇനി പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പാക്കറ്റിൻ്റെ റേറ്റ്, ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സൈസ് ആണെങ്കിൽ അത്രയും ലാഗ് ചെയ്യും. അത്രയും ഇൻപുട്ട് ക്യൂവിൻ്റെ ഇത് ലോങ്ങർ ആവും, അത്രയും പ്രോസസ്സ് ലാഗ് ചെയ്യും. ഇപ്പോൾ സൈസ് കുറവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അതേപോലെ തന്നെയാണ് ഔട്ട്പുട്ട് ക്യൂവിലേക്ക് പോകുന്ന പാക്കറ്റിൻ്റെ സൈസ് വലുതാണെങ്കിൽ ഔട്ട്പുട്ട് ക്യൂ പ്രോസസ്സിങ് വളരെ ലാഗ് ചെയ്ത് വളരെ സ്ലോ അല്ലെങ്കിൽ ലോങ്ങർ ടൈം എടുത്തിട്ടാണ് നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി കൺജങ്ഷൻ കൺട്രോൾ ടെക്നിക്ക് 2 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് പ്രിവെൻഷനും ഒന്ന് റിമൂവ് കൺജങ്ഷനും. ഒന്ന് പ്രിവെൻറ്റ് കൺജങ്ഷൻ, ഒന്ന് റിമൂവ് കൺജങ്ഷൻ. പ്രിവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ കൺജങ്ഷൻ ഹാപ്പൻ ആവുന്നതിന് മുന്നേ നടക്കുന്നതാണ് പ്രിവെൻറ്റ് എന്ന് പറയുന്നത്. റിമൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാപ്പൻ ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ്, അതായത് കൺജങ്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ്
എന്ത് പറയുന്നത്, നടന്നതിന് ശേഷം കഞ്ചങ്ഷൻ നടന്നതിന് ശേഷം നടക്കുന്നതാണ് റിമൂവ് കഞ്ചങ്ഷൻ. ഇതിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ലൂപ്പ് കഞ്ചങ്ഷൻ കൺട്രോളും സെക്കൻഡ് വൺ ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചങ്ഷൻ കൺട്രോളും. ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നതാണ് പ്രിവെൻഷൻ, ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നതാണ് റിമൂവൽ. അതിൽ ഓപ്പൺ ലൂപ്പിന് വീണ്ടും 5ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റീട്രാൻസ്മിഷൻ പോളിസി, വിൻഡോ പോളിസി, അക്നോളജ്മെൻറ്റ് പോളിസി, ഡിസ്കാർഡിംഗ് പോളിസി ആൻഡ് അഡ്മിഷൻ പോളിസി. അതേപോലെ ക്ലോസ് ലൂപ്പിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ബാക്ക് പ്രഷർ, ചോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് ആൻഡ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. അതിൽ റീട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓപ്പൺ ലൂപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിങ്ങനെ സംഭവിക്കുക കഞ്ചക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ റീട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീട്രാൻസ്മിഷൻ ചില സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്ത് നമ്മൾ ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഡാറ്റയുടെ ഒരു അക്നോളജ്മെൻറ്റോ കാര്യങ്ങളോ നമുക്ക് റിസീവ് ചെയ്തില്ല വെച്ചെങ്കിൽ നമ്മൾ റീസെൻഡ് ചെയ്യുന്ന, അതായത് കഞ്ചങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഡാറ്റ നമ്മൾ റീസെൻഡ് ചെയ്യുന്ന ആ പോളിസീനെയാണ് റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറയുന്നത്. എസ്പെഷ്യലി TCPയിലാണ് നടക്കുക. ഓക്കെ, അതുവഴി നമുക്ക് കഞ്ചങ്ഷനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്ത വിൻഡോ പോളിസി. വിൻഡോ പോളിസി എന്ന് പറയുന്നത് വിൻഡോന് സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ എന്നും ഗോ ബാക്ക് ആൻഡ് വിൻഡോ എന്ന് 2 ടൈപ്പ് ഓഫ് വിൻഡോസ് ആണ് ഉള്ളത്. അതിൽ സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ആണ് ബെറ്റർ. ഗോ ബാക്ക് ആൻഡ് വിൻഡോനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ആണ്. കാരണം എന്താ വെച്ചെങ്കിൽ എന്താ പറയുക, അതിൽ ഗോ ബാക്ക് ആൻഡ് വിൻഡോയിൽ എന്താ വെച്ചെങ്കിൽ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാറ്റ പാക്കറ്റിന് ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ സെവറൽ പാക്കറ്റ്സ് റീസെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗോ ബാക്ക് ആൻഡ് വിൻഡോയിൽ. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരാനും കഞ്ചക്ഷൻ ഉണ്ടാവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ആണെങ്കിൽ ഇറ്റ് ട്രൈസ് ടു സെൻഡ് ദ സ്പെസിഫിക് പാക്കറ്റ്സ് ദാറ്റ് ഹാസ് ബീൻ ലോസ്റ്റ് ഓർ കറപ്റ്റഡ്. ലോസ്റ്റ് ആയതോ അല്ലെങ്കിൽ കറപ്റ്റഡ് ആയതോ മാത്രമാണ് എവിടെ റിപ്പീറ്റായിട്ട് സെൻഡ് ചെയ്യുന്നത്, സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോയിൽ സെൻഡ് ചെയ്യുന്നത്. ഗോ ബാക്ക് ആൻഡ് വിൻഡോയിൽ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈം പീരീഡിനകത്ത് 1 സെക്കൻഡ് എന്നൊരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 സെക്കൻഡിൽ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിൽ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ സ്റ്റാർട്ടഡ് റീസെൻഡിങ് സോ മെനി ടൈംസ്, എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. വെൻ ദേ ഗെറ്റ് ബാക്ക് അക്നോളജ്മെൻറ്റ് കിട്ടുന്നവരെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദർ ഇസ് എ പ്രോബ്ലം ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ കഞ്ചങ്ഷൻ വേഴ്സ്റ്റ് ടൈപ്പ് ഓഫ് കഞ്ചങ്ഷൻ ക്യാൻ ബി ഒക്കേർഡ് ദർ. അതുകൊണ്ട് നമ്മൾ ഗോ ബാക്ക് എൻ മെത്തേഡ് ഉപയോഗിക്കില്ല, വിൻഡോസ് ഉപയോഗിക്കില്ല, സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് അക്നോളജ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ്. ഡാറ്റ കഞ്ചങ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്നോളജ്മെൻറ്റ് ത്രൂ നമ്മൾ ഡാറ്റാസ് റിസീവ് ആയോ എന്നുള്ള ഇത് ഗെറ്റ് ചെയ്യാം. n പാക്കറ്റ്സ് അറ്റ് എ ടൈമിൽ അയക്കുകയാണെങ്കിൽ റിസീവർ മേ ഡിസൈഡ് ടു അക്നോളജ് ഓൺലി n പാക്കറ്റ്സ് അറ്റ് എ ടൈം. അതായത് ഇത്ര എണ്ണം വന്നതിന് ശേഷം അക്നോളജ്മെൻറ്റ് അയക്കുക എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അക്നോളജ്മെൻറ്റ് പോളിസി വെക്കുന്നത്. അല്ലെങ്കിൽ ഒന്നിനൊന്ന് എന്നുള്ള അക്നോളജ്മെൻ്റ് അല്ല. 10 പാക്കറ്റ് അവിടെ റിസീവ് ആയി കഴിഞ്ഞാൽ വി ഗോട്ട് ദി പാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുക. ഓക്കെ, അത് n നമ്പർ ഓഫ് പാക്കറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ n നമ്പർ ഓഫ് പാക്കറ്റ്സ് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അക്നോളജ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ഡിസ്കാർഡിംഗ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടേഴ്സ് കഞ്ചങ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ടൈമിൽ ഇൻറ്റഗ്രിറ്റി ഓഫ്, അതായത് ട്രാൻസ്മിഷൻ്റെ ഇൻറ്റഗ്രിറ്റിയൊന്നും നശിപ്പിക്കാതെ ഡാറ്റ കറക്റ്റായിട്ട് ഒരേ സമയത്ത് തന്നെ ഡാറ്റ റൂട്ടേഴ്സ് കൂടെ സെൻഡ് ചെയ്യുമ്പോൾ കഞ്ചക്ഷൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാൻസൽ ചെയ്യുക, അതിനെ ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ചെയ്താലും അതിപ്പോൾ ഒരു ഓഡിയോ ട്രാൻസ്മിഷൻ ചെയ്യുകയാണ്, ആ ഓഡിയോ ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്ന് നമ്മൾ ക്യാൻസൽ ചെയ്താലും ആ ഓഡിയോൻ്റെ സൗണ്ടിന് ഒന്നും അഫക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന ഒരു രീതിയാണ് ഡിസ്കാർഡിംഗ് പോളിസി എന്ന് പറയുന്നത്. അതുകൊണ്ട് കഞ്ചക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അടുത്തത് അഡ്മിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസ് മെക്കാനിസം.
can be prevent the conjunction in the virtual circuit network. Virtual circuit networkലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. Switches in the flow first check the resource requirement of the flow before admitting. ഒരു നെറ്റ്വർക്കിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിസോഴ്സ് റിക്വയർമെൻറ്റും അതിൻ്റെ ഫ്ലോ ഓഫ് ഡാറ്റയും ഒക്കെ സ്വിച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യും എന്തൊക്കെ വേണം. അതായത് ഒരു അഡ്മിഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കുട്ടീനെ അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഒരു കുട്ടീനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, വെദർ ഹി പാസ്ഡ് +2, വെദർ ഹി ഈസ് ക്വാളിഫൈഡ് ഫോർ ദി പർട്ടിക്കുലർ കോഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അതിനുശേഷം അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് അഡ്മിഷൻ പോളിസിയും. അതിന് മുന്നായിട്ട് റൂട്ടറിനകത്ത് ചെക്ക് ചെയ്യും ആ നെറ്റ്വർക്കിൽ സോഴ്സ് എന്താ പറയുക റിസോഴ്സ് റിക്വയർമെൻറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓപ്പൺ ലൂപ്പ് കൺജങ്ഷൻ കൺട്രോളിൽ വരുന്നത്. അടുത്തത് ക്ലോസ്ഡ് ലൂപ്പ് കൺജങ്ഷൻ. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ സംഭവിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ക്ലോസ്ഡ് ലൂപ്പിൽ ഒന്ന് ബാക്ക് പ്രഷറാണ്. അതിൽ ഫസ്റ്റ് വൺ ബാക്ക് പ്രഷറാണ്. ബാക്ക് പ്രഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇതിലിപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാണ്. സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ നോഡ് 1, 2, 3, 4, 5 എന്ന 4 നോഡ്സാണുള്ളത്. ഇപ്പോൾ ഈ നോഡ് 3യിൽ ആ നോഡിൻ്റെ സൈസിനേക്കാളും കൂടുതൽ ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്ക് പ്രഷർ ടു നോഡ് 2. നോഡ് 2ന് മെസ്സേജ് ഇൻഫർമേഷൻ പാസ് ചെയ്യും. മോർ ദാൻ ഇനഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്യും. ഐ ആം നോട്ട് ഏബിൾ ടു കൺട്രോൾ അല്ലെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു ഹാൻഡിൽ, പ്ലീസ് സ്ലോ ഡൗൺ ദ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് സെക്കൻഡിന് പാസ് ചെയ്യും. അപ്പോൾ സെക്കൻഡും ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ചെയ്താൽ സെക്കൻഡും താങ്ങാൻ പറ്റുന്നതിന് അധികമാവും. കാരണം വണ്ണിന് അറിയില്ലല്ലോ, നോട്ട് 1 ഡാറ്റ അങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡും ഓട്ടോമാറ്റിക്കലി 1ന് ബാക്ക് പ്രഷർ കൊടുക്കും, ബാക്ക് മെസ്സേജ് അയക്കും, പ്ലീസ് സ്ലോ ഡൗൺ ദ പ്രോസസ് എന്നാണ് ബാക്കിലേക്ക് അയക്കും. അപ്പോൾ സോഴ്സിന് അറിഞ്ഞൂടല്ലോ നോഡ് 1ൽ ഇതിങ്ങനെ ഹാപ്പൻ ആണെന്നുള്ളത്. അപ്പം നോഡ് 1 എന്ത് ചെയ്യും, സോഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും, പ്ലീസ് സ്ലോ ഡൗൺ ദ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇങ്ങനെ ബാക്ക് പ്രഷർ നോഡ് ടു നോഡ് ബാക്ക് പ്രഷർ കൊടുത്തിട്ട് കൺജങ്ഷൻ വന്നതിന് ശേഷം കൺജങ്ഷനെ ഓവർകം ചെയ്യുന്ന രീതിയാണ് ബാക്ക് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ അലിവിയേറ്റിംഗ് കൺജങ്ഷനെ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന നോഡ് ടു നോഡ് എന്താ പറയുക ബാക്ക് പ്രഷർ, നോഡ് ടു നോഡ് ബാക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ബാക്ക് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ചോക്ക് പാക്കറ്റ്. ചോക്ക് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ is a packet sent by the node to the source to inform it if a conjunction. ചോക്ക് പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റാണ്. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പാസ് ദ ഇൻഫർമേഷൻ ഫ്രം വിച്ച് നോഡ് ഹാപ്പൻ ഏത് നോഡിലാണ് കൺജങ്ഷൻ ഹാപ്പൻ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നേരിട്ട് സോഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. എനിക്ക് നോഡ് ഇങ്ങനെ കൺജങ്ഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സോഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് പ്രഷർ ആൻഡ് ചോക്ക് പാക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് പ്രഷറിനകത്ത് നോഡ് ടു നോഡ് ബാക്ക് പ്രഷറാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോഡ് 3ൽ ഹാപ്പൻ ആണെങ്കിൽ പാസ് ദ ഇൻഫർമേഷൻ ടു നോഡ് 2, then node 2 pass the information to node 1, node 1 then pass the information to source. അങ്ങനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചോക്ക് പാക്കറ്റിനകത്ത് പറയുന്നത് ക്രിയേറ്റ് എ പാക്കറ്റ് that particular node, which node will happen, which node happened the conjunction, I'll have the conjunction, that particular node create a packet called a choke packet is sent directly to the source directly സോഴ്സിലേക്ക് പാസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. പ്ലീസ് സ്ലോ ഡൗൺ ദ പ്രോസസ്, ഐ ആം നോട്ട് ഏബിൾ ടു ഹാൻഡിൽ എന്നുള്ള ഇൻഫർമേഷൻ ആരാണോ കൺജങ്ഷന് സംഭവിച്ചത് അയാൾ ഡയറക്റ്റായിട്ട് പാസ് ചെയ്യുന്ന രീതിയാണ് ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്തത് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കൺജസ്റ്റഡ് നോഡ് ആൻഡ് നോഡ് ഓർ നോഡ്സ് ആൻഡ് ദ സോഴ്സും ഈ കൺജങ്ഷൻ വന്ന നോഡും തമ്മിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ സോഴ്സ് ഗസ് ചെയ്യാണ് ചെയ്യുന്നത്. സോഴ്സ് ഗസ്സസ് ദാറ്റ് ദർ ഈസ് സംതിങ് ഹാപ്പൻ സംവേർ എന്നുള്ള എന്തെങ്കിലും ഒരു സിംറ്റംസ് വെച്ചിട്ട് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സോഴ്സ് ഡസൻ ഗെറ്റ് എനി അക്നോളജ്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്നോളജ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ സോ ഐ മസ്റ്റ് സ്റ്റോപ്പ് ദ പ്രോസസ് ഓർ ഐ ഹാവ് ടു റീസെൻഡ് ദ പ്രോസസ് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് സോഴ്സ് തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗിൽ the node that experience the conjunction explicitly send a signal to the source or destination. explicit ആയിട്ട് സോഴ്സിലേക്കും റിസീവറിലേക്കും സോഴ്സിലേക്കും ഡെസ്റ്റിനേഷനിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ചോക്ക് പാക്കറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചോക്ക് പാക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സോഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് മെത്തേഡ് ദ സിഗ്നൽ ഈസ് ഇൻക്ലൂഡഡ് ദ പാക്കറ്റ് ദാറ്റ് ക്യാരി ഡാറ്റ. എക്സ്പ്ലിസിറ്റ് signaling can occur either the forwarding or backwarding direction. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് അത് പാസ് ചെയ്യും. ചോക്ക് പാക്കറ്റ് ആണെങ്കിൽ സോഴ്സിലേക്ക് മാത്രമാണ് പാസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇവിടെ എക്സ്പ്ലിസിറ്റ് സിഗ്നൽസ് വഴി സെൻഡറിലേക്കും റിസീവറിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഒരു കൺജങ്ഷൻ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, യു ഷുഡ് വെയിറ്റ് ഫോർ ദ ഡാറ്റ, അല്ലെങ്കിൽ യു ഷുഡ് സ്ലോ ഡൗൺ ദ ഡാറ്റ എന്നുള്ള ഇൻഫർമേഷൻ രണ്ട് സൈഡിലേക്കും പാസ് ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് കൺജങ്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. കൺജങ്ഷൻ കൺട്രോൾ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് പ്രിവെൻഷനും ഒന്ന് റിമൂവലും. പ്രിവെൻഷൻ മീൻസ് ഓപ്പൺ ലൂപ്പ് കൺജങ്ഷനും മറ്റേത് ക്ലോസ്ഡ് ലൂപ്പ് കൺജങ്ഷനും. അങ്ങനെ 2 ടൈപ്സിലാണുള്ളത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കും. കൺജങ്ഷൻ കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് പ്രഷർ ആൻഡ് ചോക്ക് പാക്കറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചോക്ക് പാക്കറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ലൂപ്പ് കൺജങ്ഷൻ കൺട്രോൾ ആൻഡ് ക്ലോസ് ലൂപ്പ് കൺജങ്ഷൻ കൺട്രോളും ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിനും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കോൾ മീ ഓർ മെസ്സേജ് മീ. താങ്ക് യു.